ഹലോ എവ്രി വൺ. നമ്മളെല്ലാവരും വണ്ടി ഓടിപ്പിക്കുന്ന ആൾക്കാരാണല്ലേ. പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നതും കേട്ടുവരുന്നതും നമ്മൾക്ക് ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ അയാൾ പിന്നെ പലവരും എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ വണ്ടി കൊണ്ട് ഇടിച്ച് അവരെ കൊല്ലാനുള്ള ശ്രമമാണ്. അത് പിന്നെ ബൈക്കാണെങ്കിലും കാറാണെങ്കിലും ബസ്സാണെങ്കിലും ഒരുപാട് ഇതുപോലത്തെ ഇൻസിഡൻസ് നടന്നിട്ടുണ്ട്, ഈ കാലത്ത് തന്നെ നടന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിനൊക്കെ ഒരു സ്റ്റോപ്പ് കൊടുക്കാൻ ആയിരിക്കണം നമ്മുടെ പുതിയ നിയമം വരുന്നുണ്ടല്ലോ, BNS 1 ജൂലൈ തൊട്ട്. അപ്പോൾ ഈ നിയമം അനുസരിച്ച് സാധാരണ IPC അനുസരിച്ച് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇതുപോലെ നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മൾ എത്ര സൂക്ഷിച്ച് വണ്ടി ഓടിപ്പിച്ചാലും ആരെങ്കിലും നമ്മുടെ വണ്ടിയുടെ അടിയിൽ പെട്ട് അയാൾ മരണപ്പെടുവാണെങ്കിൽ നമുക്ക് 2 years ഓഫ് ഇംപ്രിസൺമെൻ്റ് ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ ഒരു ഫൈനും. അപ്പോൾ ഇപ്പോൾ പുതിയ ലോ പറയുന്നത് അങ്ങനെ പറ്റത്തില്ല എന്നുള്ളതാണ്. കാരണം ഇത് തന്നെ ആയിരിക്കണം, ഇങ്ങനെ ഒരു ലോ റെഡിയാക്കാൻ തന്നെ കാരണം ഇതായിരിക്കും. കാരണം പലപ്പോഴും അവനവൻ്റെ ശത്രുക്കളെ കൊല്ലാനുള്ളൊരു വഴിയായിട്ടാണ് ഈ ആക്സിഡൻറ്റ്സ് നടത്തുന്നത്. അത് പിന്നെ പറയും ഞങ്ങൾ അറിയാതെ സംഭവിച്ച ഒരു ആക്സിഡൻ്റാണ്, ഭയങ്കരമായിട്ട് സൂക്ഷിച്ചൊക്കെയാണ് ഞങ്ങൾ ഓടിപ്പിച്ചത് വണ്ടി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പുറകിൽ പലപ്പോഴും കാണപ്പെടുന്ന കാരണം എന്ന് വെച്ചാൽ എനിമിറ്റിയാണ്, ശത്രുതയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന നമ്മുടെ BNS അനുസരിച്ച് 1 ജൂലൈ തൊട്ടാണ് തുടങ്ങാൻ പോകുന്നത്. ഇതിനനുസരിച്ച് 5 years ഓഫ് ഇംപ്രിസൺമെൻറ്റ് ഉണ്ട്. ഇങ്ങനെ നമ്മളുടെ വണ്ടിയുടെ അടിയിൽ ആരെങ്കിലും പെട്ട് മരണപ്പെടുവാണെങ്കിൽ അത് പിന്നെ നമ്മൾ ഒരുപാട് തെളിയിക്കേണ്ടതുണ്ട്. നമ്മൾ നെഗ്ലിജൻ്റ് ആയിരുന്നു എന്നല്ല, നമ്മൾ ഒരുപാട് ശ്രമിച്ചു, സൂക്ഷിച്ചിട്ട് തന്നെ വണ്ടി ഓടിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഇൻ കേസ് കോർട്ടിന് ബോധ്യം വരുവാണെങ്കിൽ ചില ചാൻസസ് ഉണ്ട്, അതും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ പോലും നമ്മുടെ വണ്ടിയിൽ പെട്ട് ഒരാൾ മരിക്കുവാണെങ്കിൽ, വണ്ടിയുടെ അടിയിൽ പെട്ട് ഒരാൾ മരിക്കുവാണെങ്കിൽ ഇനി അതിന് ശിക്ഷ എന്ന് പറയുന്നത് 5 years ഓഫ് ഇംപ്രിസൺമെൻ്റ് ആണ്. ഇനി ഇങ്ങനെ വണ്ടിയുടെ അടിയിൽ പെട്ട് അല്ലെങ്കിൽ വണ്ടി ഇടിച്ച് ഒരാൾ മരിക്കുവാണെങ്കിൽ, അറിയാതെ തന്നെ മരിക്കുവാണെങ്കിൽ, അയാളെക്കുറിച്ച് ആ ആക്സിഡൻറ്റിനെ കുറിച്ച് നമ്മൾ ഇൻഫർമേഷൻ പോലീസിന് കൊടുക്കാതെ വരുവാണെങ്കിൽ അതിന് പിന്നെ 10 years ഓഫ് ഇംപ്രിസൺമെൻ്റ് ആയി മാറും. അതുകൊണ്ട് ഇനി ഇത്തരം പരിപാടികളായിട്ട് ആരുടെയെങ്കിലും മനസ്സിനകത്ത് ഗൂഢാലോചന നടക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിർത്തിക്കോ. പണ്ട് 2 years ആയിരുന്നു, ഇനിയിപ്പോൾ 5 years ആണ്. അതുമാത്രമല്ല, ഇനി അത് പറഞ്ഞില്ല പോലീസിനോടെങ്കിൽ 10 years ഓഫ് ഇംപ്രിസൺമെൻറ്റ് കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പം ഒന്ന് സൂക്ഷിച്ച് വണ്ടി ഓടിപ്പിച്ചാൽ എല്ലാവർക്കും കൊള്ളാം. ഓക്കെ, ബൈ.